വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ ഓരോരോ കുസൃതികൾ തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ലോക രാജ്യങ്ങളിലും നമ്മുടെ ഇന്റർനാഷണൽ മാധ്യമങ്ങളും എല്ലാം തന്നെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതാ US-ൽ നിന്നൊരു മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ വിജയേട്ടാ? പ്രധാനമന്ത്രി മോദി ഡൊണാൾഡ് ട്രംപിനെ വിളിക്കാതിരുന്നപ്പോൾ ട്രംപിന്റെ അഹങ്കാരത്തിന് പരിക്കേറ്റതിനാലാണ് വ്യാപാര കരാർ സ്തംഭിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആഹ് പോരാത്തതിന് ഇപ്പോൾ ഗ്രീൻലാൻഡ് വാങ്ങാനായിട്ട് ട്രംപ് ഒരു വമ്പൻ ഓഫർ ഓരോ പൗരന്മാർക്കും വച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡിലെ ഓരോ പൗരന്മാർക്കും $1,00,000 വീതം നൽകും. അല്ല, $1,00,000 ഒന്ന് ആലോചിച്ച് നോക്കി. $1,00,000. ഇപ്പോ ട്രംപ് നാളെ പറഞ്ഞ കൗതുകത്തിന് പറയണം കേട്ടോ. ഇവിടെയുള്ള കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരും സുഡാപ്പികളും എല്ലാം കൂടെ ചേർന്ന് നരേന്ദ്രമോദി അച്ഛൻ തെറി വിളിക്കുകയായിരുന്നു. മറ്റേ ഈ കോൺഗ്രസിന്റെ ഒരു ട്രോള് വന്നല്ലോ, നരേന്ദ്രമോദി ഇങ്ങനെ നിന്നിട്ട് സാർ മേ ഐ പ്ലീസ് യു സാർ എന്ന് ട്രംപിനോട് പറയുന്ന ഒരു ട്രോൾ ഇവരിട്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഹോ, ചരിത്രത്തിൽ ഇതുപോലൊരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. ആ ട്രംപിനെ കയറി സാറെന്ന് വിളിക്കുക, അമേരിക്കയുടെ മുമ്പിൽ കുഞ്ഞി നിൽക്കുക. ട്രംപ് പറയുന്നത് കേട്ടില്ലേ, മോദി എന്നെ സന്തോഷിപ്പിച്ചോട്ടെ സാർ എന്ന് ചോദിച്ചു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇതെന്തൊരു എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് വലുതായിട്ട് ഒച്ച വയ്ക്കുന്നുണ്ട്. ഞാൻ ഒരു കൗതുകത്തിന് ഇപ്പൊ ഈ ഗ്രീൻലാൻഡിന്റെ ഓഫർ ട്രംപ് പറയാണ്, കേരളം അമേരിക്ക പിടിക്കാൻ പോവുകയാണ്, കേരളത്തിലുള്ള ഓരോ പൗരന്മാർക്കും $1,00,000 തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് സ്വീകരിക്കാൻ മുമ്പിൽ നിൽക്കുന്നവന്മാരായിരിക്കും. ഈ പറയുന്ന $1,00,000 എന്ന് പറയുമ്പോ എത്ര രൂപയായി? ഏകദേശം ഒരു 89-90 ലക്ഷം രൂപയായി. 1 കോടി രൂപയുടെ അടുപ്പിച്ച് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 90 അല്ല, അത് ഏകദേശം അത്ര രൂപ വരുമോ യുവന്മാരായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. ഇനി അതും പോട്ടെ, അത് ട്രംപിന്റെ ഒരു 2 വാർത്തകൾ ഇപ്പോ തത്തിക്കളിക്കുന്ന വാർത്തകളാണ്. പക്ഷേ നമ്മൾ ഈ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇറാനിൽ ഉള്ള ഒരു പൊതുജന രോഷം. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഇറാൻ അതിഭീകരമായിട്ടുള്ള പൊതുജന രോഷം അവിടെ പൊട്ടിപ്പുറപ്പെടും. ഈ ടെഹ്റാൻ എന്ന് പറയുന്ന ഇറാന്റെ പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രീൻലാൻഡ് അമേരിക്ക പിടിക്കുമെന്ന് പറയുന്നു. ഇപ്പം മഡൂറോയെ അമേരിക്ക തടവിലാക്കി. അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം സ്വാഭാവികമായിട്ടും ഇറാൻ തന്നെയാണല്ലോ. ഇറാൻ തന്നെയാണ് അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അമേരിക്ക ലക്ഷ്യം വെക്കുമ്പോൾ അതിൽ രണ്ടുണ്ട് കാര്യം. ഇസ്രായേലിനും അത് വളരെയധികം ഗുണകരമാണ്. അപ്പോൾ അമേരിക്ക അവിടെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും അതിനകത്ത് നടക്കുന്ന പൊതുജന രോഷം സ്പോൺസർ ചെയ്യുന്നത് ഇസ്രായേൽ ആണെന്നാണ് ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇസ്രായേലിന്റെ ചാര സംഘടനകളാണ് അതിനകത്ത് ഈ ഇറാനെ അസ്ഥിരപ്പെടുത്താൻ, പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തുന്നതെന്നാണ് പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ആയിരിക്കാം അല്ലായിരിക്കാം. ഇപ്പൊ ഇതാ ഈ ടെഹ്റാൻ വളഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഈ ട്രംപിനെ പേടിച്ച് ഈ വ്യോമാതിർത്തി ഇവർ അടച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാം എന്ന് ഭയന്ന് ഇവർ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് ഇറാന്റെ. അപ്പോൾ ഏഷ്യയിലെ ഒരു രാജ്യത്തിലേക്ക് ട്രംപ് വീണ്ടും വന്ന് വ്യോമാക്രമണം നടത്തും. കാരണം ഇപ്പോൾ ഒരു ആക്രമണം നടന്നേ ഉള്ളൂ, മറ്റേ ബോംബർ വന്ന് മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ യുറേനിയം എല്ലാം എടുത്ത് നോർത്ത് കൊറിയയിൽ മാറ്റി എന്ന് പറയുന്നു. ഈ ആണവ നിലയത്തിൽ നിന്നും എടുത്തു മാറ്റി എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് ട്രംപ് ഇല്ല അങ്ങനെയല്ല, ഞാനത് തകർത്തു എന്ന് വീണ്ടും വാശി പിടിക്കുന്നു. പിന്നെ ഇറാൻ അമേരിക്കയെ നോക്കി കൊഞ്ഞണം കുത്തുന്നു. ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും അമേരിക്കയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവർ വ്യോമാതിർത്തി അടച്ചത് അമേരിക്കയുടെ ആക്രമണം ഭയന്നുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ആക്രമിക്കാൻ സാധ്യതയുണ്ടോ? ഇന്നലെ ധനുഷ് പറഞ്ഞൊരു കമന്റ് എന്റെ മനസ്സിൽ ഇപ്പൊ കിടന്ന എന്താ വെച്ചാല്, ഈ ട്രംപ് ഭയങ്കര ഈഗോ ഉള്ള ആളാണ്. മഡൂറോ അവിടെ നിന്ന് ഈ വെല്ലുവിളിച്ചത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ മഡൂറോയ്ക്കൊന്നും വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ മന്ത്രി പറഞ്ഞ ഡയലോഗ് കേട്ടോ, US-ന്റെ അദ്ദേഹം പറഞ്ഞത് ഫോൺ ചെയ്യാത്തതുകൊണ്ടാണ് ഈഗോ ഇളകി ഈ വ്യാപാരക്കാർ. അപ്പം ഇന്നലെ പറഞ്ഞത് എന്തുമാത്രം എത്രത്തോളം സത്യമായി എന്നുള്ളതാണ്. ഇന്നലെ പറഞ്ഞത് ഒരു പക്ഷേ ഇന്റർനാഷണൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു കമന്റ് മാത്രമായിട്ടാണ് ഞാൻ ഇന്നലെ അതിനെ കണ്ടത്. പക്ഷെ ഇന്ന് അത് എത്ര അർത്ഥവത്തായി എന്നുള്ളത് എത്ര കറക്റ്റ് ആണ്. ഈഗോ പിടിച്ചൊരു മനുഷ്യനാണിത്. അത് സത്യമാണ്. ഈ ലോക നേതാക്കന്മാര് ട്രംപിന്റെ ഇപ്പൊ ചേട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മാർപ്പാപ്പായും ട്രംപും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ട്രംപ് മാർപ്പാപ്പയുടെ കയ്യിലൊന്ന് പിടിക്കുന്നു, മാർപ്പാപ്പ ആ കൈ ഒന്ന് മാറ്റിയിട്ട് ട്രംപിന്റെ കയ്യിൽ അടി കൊടുക്കുന്നു, തട്ടി മാറ്റുന്നു. അടുത്ത ദിവസം മാർപ്പാപ്പ മാറി, അമേരിക്കയുടെ ഒരു മാർപ്പാപ്പ വരികയാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ഈ ഉദയനാണ് താരത്തിലെ സരോജ് കുമാറിന്റെ ഒരു സീനുണ്ടല്ലോ. അതായത് ഇപ്പൊ ക്യാമറ എവിടെയാണ് ഇരിക്കുന്നത്? ഇപ്പൊ ക്യാമറ താഴെ ട്രാക്കിലാണ് ഇരിക്കുന്നത്. ക്യാമറ എടുത്ത് ട്രോളിയിൽ വെക്കുമെന്ന് പറയും.
അപ്പൊ പറയും ക്യാമറ ഇപ്പൊ ട്രോളിയിൽ വെച്ചാൽ ശരിയാവില്ല, അത് ട്രാക്കിൽ കൂടെ തന്നെ പോകണം. അപ്പൊ പറഞ്ഞ പ്രൊഡ്യൂസർ ബേബി കുട്ട വന്നിട്ട് പറയും, അല്ല സരോജ്, ഈ സീൻ ഒഴിച്ച് ബാക്കി എല്ലാ സീനിലും ക്യാമറ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്, എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെ. എന്നിട്ട് നമ്മുടെ ഉദയഭാനുവിന്റെ അടുത്ത് ഇയാൾ പറയുന്ന ഒരു സീനുണ്ട്, ബേബി കുട്ടൻ ഈ കിഴങ്ങനെ അങ്ങനെ അങ്ങ് ഡീൽ ചെയ്താൽ മതി എന്ന്. കാരണം ഇയാൾക്ക് എല്ലായിടത്തും ഒന്നാമനായി നിൽക്കണം. ആ ഒരു ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഒരുപക്ഷെ മോദി അങ്ങോട്ട് അന്ന് ആ സമയത്ത് വിളിച്ചിരുന്നെങ്കിൽ ട്രംപ് ചിലപ്പോ ഒന്ന് മയപ്പെട്ടേനെ. പക്ഷെ വിളിക്കാനും പറ്റില്ല, കാരണം മോദി ഒരു കോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സംസാരിച്ചതും സംസാരിക്കാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇയാൾ പറഞ്ഞു വരത്തും. മോദി എന്റെ കാല് പിടിച്ചു എന്നൊക്കെ ചിലപ്പോൾ ഇയാൾ പറയും. ഇത് എനിക്ക് തോന്നുന്നു ഈ ട്രംപ് കമന്റ് പറയാത്തതോ എന്തെങ്കിലും പറയാത്തതോ ലോകത്ത് ഒരേ ഒരു പ്രസിഡന്റേ ഉള്ളൂ, അത് ബ്രസീലിയൻ പ്രസിഡന്റ് ആണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രംപിനേക്കാൾ വലിയ നിലവാര തകർച്ചുള്ള ഒരു മനുഷ്യനാണ് ട്രംപ്. ഒന്ന് പറഞ്ഞ തന്തയ്ക്ക് തന്നെ വിളിക്കുന്ന ഒരു മനുഷ്യനാണ്. കണ്ടിട്ടുണ്ടോ? ട്രംപിനെ അറഞ്ചാം പുറഞ്ചാം തെരുവിളിക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് ബ്രസീലിയൻ പ്രസിഡന്റ്. അദ്ദേഹത്തെ മാത്രം ഒന്നും പറയില്ല, ബ്രസീലിന്റെ പേരും പറയാറില്ല. കാരണം എന്ത് ട്രംപ് പറയുന്നു അതിനടുത്ത നിമിഷത്തിൽ ലോകത്ത് ഒരേ ഒരു നേതാവുള്ള അതേ നിലവാരത്തിൽ മറുപടി കൊടുക്കുന്നത് അത് ബ്രസീലിയൻ പ്രസിഡന്റ്. പക്ഷെ പുടിനോ ഷീ ജിൻപിങ്ങോ മോദി ഒന്നും കൊടുക്കാറില്ല. മോദി അതീവ ബുദ്ധിമാനാണ്, കാരണം അങ്ങേര് രാഷ്ട്രീയം പഠിച്ച കളരി വേറെയാണ്, ട്രംപ് വന്ന കളരി വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെതായ ഒരു വ്യത്യാസം അവിടെ കാണുന്നത്. ഏതായാലും നമുക്കിപ്പോ ഇറാനിലേക്ക് വന്നാൽ അവരുടെ തലസ്ഥാനമായ ടെഹ്റാനിലേക്കാണ് പ്രക്ഷോഭകാരി വളഞ്ഞുകൊണ്ട് അവരുടെ മുദ്രാവാക്യം ഇത് അവസാന പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇന്റർനെറ്റിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു ആഹ്വാനം നൽകിയിരുന്നു. അവസാന പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മള് ധനുഷ് ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, മുമ്പ് ഈ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ടെഹ്റാനെ ആക്രമിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ പഴയ രാജാവ് ഷായുടെ മകൻ തിരിച്ചു വരുന്നു, ആ ഒരു ഭരണം തിരിച്ചു വരുന്നു എന്നുള്ളത്. കാരണം ഷായുടെ ഭരണം കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വാഴിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണമായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഇറാനിലെ ഭരണാധികാരികൾ പറയുന്നത്. അന്ന് ശരിയായിരിക്കാം, അത് ശരിയാണ്, ഇല്ലാന്നല്ല, ശരിയാണത്. അത് അന്ന് ഈ ഇറാനികളുടെ വസ്ത്രധാരണത്തിൽ പോലും വ്യത്യാസമുണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീകൾ, ഇറാനിയൻ സിനിമകൾ ഉണ്ടായിരുന്നു, കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് കലാകാരന്മാരും ഒക്കെ ഉള്ള ഒരു രാജ്യം തന്നെയായിരുന്നു. അവരുടെ ഡ്രസ്സിങ്ങിലൊക്കെ ഈ മോഡേൺ ഡ്രസ്സുകളൊക്കെ അവർ ധരിച്ചിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെയാണ് ഈ അറബ് വിപ്ലവം വരികയും ഈ പറയുന്ന ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മതമൗലികവാദികളുടെ ഒരു ഗ്രൂപ്പ് അവിടെ അധികാരം പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇവരുടെ വേഷ സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഹിജാബ് പ്രക്ഷോഭത്തിനൊക്കെ കാരണമായതാണ്. പഴയ സ്വാതന്ത്ര്യം തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോ ഈ വീണ്ടും ഈ ഷായുടെ മകനായ പഹലവി തിരിച്ചു വരും എന്നുള്ളതാണ് ഈ മുദ്രാവാക്യം. അതായത് പഹലവി വരുന്നു, അതുകൊണ്ട് ഇത് അവസാന പോരാട്ടമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വർദ്ധിത വീര്യം ഇവർക്ക് ലഭിച്ചിരിക്കുന്നതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് ഇറാന് നൽകിയിരുന്നു. കാരണം ഈ പ്രക്ഷോഭകാരികളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലായാലും അറബ് കൺട്രീസിലായാലും ഒക്കെ അമേരിക്ക എന്നൊക്കെ അവരുടെ അപ്രമാദിത്യം തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതൊക്കെ ആത്യന്തികമായി അവർക്ക് തന്നെ കൂനിന്മേൽ കുരുവായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവരൊന്നും നേടിയില്ല, ഇറാഖിൽ നിന്ന് അവരൊന്നും നേടിയില്ല, ഈ സിറിയയിൽ നിന്നും യമനിൽ നിന്നും അവരൊന്നും നേടിയില്ല. അത് എവിടൊക്കെയാണോ അവർ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവർ കൈവച്ചിട്ടുള്ളത് അവിടെ ഒന്നും അവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരെന്താണോ അവിടെ നിന്ന് നേടാൻ ആഗ്രഹിച്ചത് അതൊന്നും അവർക്ക് ലഭ്യമാകാത്ത രീതിയിൽ അവർ കൂടുതലും എണ്ണ സമ്പത്ത്, ഈ സമ്പത്ത് നോക്കിയിട്ടാണല്ലോ ഇവർ ഈ ഇടപെടുന്നത് മുഴുവൻ, അതൊന്നും അവർക്ക് എടുക്കാൻ വയ്യാത്ത പരുവത്തിലേക്ക് മാറുകയും ചെയ്തു. അതിന്റെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ അവിടെ രണ്ട് രാജ്യങ്ങളല്ല, അവിടെ രണ്ട് മതങ്ങളാണ്. ഒന്ന് ക്രിസ്തീയ മതവും ഒന്ന് ഇസ്ലാമിക മതവുമാണ്. മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയല്ല, അതിന്റെ ആംഗിൾ മാറും, വ്യത്യസ്തമാകും. ഇപ്പൊ ഇവിടുത്തെ ഇറാനിലെ ജനം പറയുന്ന കാര്യം ശരിയാണ്, അവരുടെ വലിയ പണപ്പെരുപ്പം നേരിടുന്നുണ്ട്, വലിയ തകർച്ചയിലാണ് അവർ പോകുന്നത്, അവരുടെ കറൻസിക്ക് യാതൊരു വിലയുമില്ലാത്തൊരു സാഹചര്യമാണ്. ഇതെല്ലാം ശരിയാണ്. അവിടെ ഖമേനിയുടെ ഭരണകൂടം മാറണം എന്ന് തന്നെയുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ അടക്കമുള്ളവർ. കാരണം അവിടെ അവർക്കൊരു ഡെവലപ്മെന്റ്സ് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും വേണം. പെഷസ്കിയാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് മാറിക്കൊണ്ട് ഈ പഹലവി എന്ന് പറയുന്ന ഷായുടെ മകൻ തന്നെ വരികയാണെന്ന് കരുതട്ടെ, വന്നാലും അവിടുത്തെ പ്രശ്നം തീരും. ഇറാൻ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമല്ല, വളരെ വലിയൊരു രാജ്യം, വിസ്തൃതമായ വലിയ രാജ്യമാണ്, അനവധി ഗോത്രങ്ങളും മതവിഭാഗങ്ങളുമുള്ള രാജ്യമാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടെ സംഭവിക്കാൻ ഇടയുള്ള ഒരു പ്രധാന കാര്യം ഇറാഖിലടക്കമുള്ള ISIS ഇങ്ങോട്ടേക്ക് വ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല ഇറാൻ. കാരണം ഇറാൻ അവർക്കൊരു വിളഭൂമിയായി മാറും.
ഇറാഖിനെ എന്ത് പറഞ്ഞിട്ടായിരുന്നു അമേരിക്ക ആക്രമിച്ചത്? ജൈവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ചു. പക്ഷെ അതിനകത്ത് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു ഭരണകൂടം കൊണ്ടുവരാൻ ഇപ്പോഴും അവർക്ക് പറ്റിയിട്ടില്ല. അതിൽ ഓരോ പ്രദേശവും ഓരോ തുറത്ത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് അമേരിക്ക കുറെ ബോംബുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടും എന്നുള്ളതല്ലാതെ നമ്മൾ ഈ വീട്ടിലൊക്കെ കൊതുക് ശല്യം കൂടുമ്പോൾ ഹിറ്റ് അടിക്കും എന്ന് പറഞ്ഞ കണക്ക് ഈ ISIS ഒക്കെ ശല്യം കൂടുമ്പോഴും ഇല്ലെങ്കിൽ മിലീഷ്യസുകളുടെ ശല്യം കൂടുമ്പോഴത്തേനും അമേരിക്ക വരുന്നു, കുറെ ബോംബ് ഇടുന്നു. അതിനിടയ്ക്ക് പറയും ഞങ്ങൾ ഇന്നലെ ബോംബിട്ടു, തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിന് സമാനമായ രീതിയിലേക്ക് ഇറാൻ മാറും. നിലവിൽ ഇറാനിലെ ഈ ഭീകരവാദത്തിന്റെ ഒരു രൂക്ഷത നിലവിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ ഉണ്ട്, വളരെ ശക്തമായിട്ട് അത് ഇവിടെ നിലകൊള്ളുന്നുമുണ്ട്. അതൊന്ന്. അപ്പം ആ രീതിയിൽ അമേരിക്കയ്ക്ക് അടിക്കുക പ്രയാസകരമാണ്. കാരണം ഇറാനെ അടിക്കുക എന്ന് പറഞ്ഞാൽ മുൻപ് അവർ ചെയ്ത് കണക്കാൻ അത് അവർക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ UK കൊണ്ടുവന്ന ഒരു വിമാനം ഇറക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ എമ്പാടും അവർക്ക് അനവധി വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളും ഉണ്ട്. അവിടുന്ന് എവിടുന്നേലും വന്നിട്ട് ഇവർക്ക് അടിച്ചിട്ട് പോകാൻ പറ്റും. അതായത് അന്ന് ചെയ്തത് കണക്ക് ഈ ബോംബർ 2 കൊണ്ടുവന്നിട്ട് 2 ബോംബ് ഇടാൻ പറ്റും, ഇല്ലെങ്കിൽ അടിക്കാൻ പറ്റും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷെ ഖമേനിയെ അവർക്ക് ഈ മൊസാദിനെ ചിലപ്പോൾ കൊലപ്പെടുത്താൻ പറ്റിയേക്ക്, പിടിച്ചിട്ട് പോകും, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ പൂർണ്ണമായി ഇറാൻ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയില്ല. വെനുസ്വേല എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യത്തെ പോലും അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മഡൂറോയെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇന്നലെ ഈ ഇപ്പോഴിരിക്കുന്ന പുതിയ വെനുസ്വേലയുടെ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ശരിക്കും അമേരിക്ക ഇവിടെ കാണിച്ചത് മഹാവൃത്തികെട്ട പണിയായി പോയി, എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വൃത്തികേട് മുഴുവൻ ചെയ്തത് എന്ന് തുറന്നടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ പ്രസിഡന്റ് പോയത് ആ രാജ്യത്തെ ജനങ്ങളുടെ പ്രക്ഷോഭം കൊണ്ടാണ്. ഇപ്പോൾ ഈ ഇറാനിൽ നടത്തുന്ന പ്രക്ഷോഭകാരികൾ പറയുന്നത് വളരെ ന്യായമുള്ളൊരു കാര്യം തന്നെയാണ്. ഭരണകൂടം മാറണം, അഴിമതിയാണ്, വലിയ സംഭവം, ശരിയാണ് ആ പറയുന്നതൊക്കെ. അപ്പോ അത് അല്ല, അവർ വിജയിക്കുകയാണെങ്കിൽ അവരുടേതായ ഒരു ഭരണം വരണം. പക്ഷെ അവിടെ അമേരിക്ക കൊണ്ടുപോകുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ അതിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഒന്ന്, അമേരിക്ക ഈ പറയുന്ന വലിയ രീതിയിലൊരു ആക്രമണം ഇറാനിലേക്ക് നടത്തി അവർക്ക് മുന്നേറാനും പ്രയാസകരമായ ഒരു കാര്യമാണ്. കാരണം വെനുസ്വേലയെ പോലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെ അല്ല. കാരണം ഇതിന്റെ ഈ അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ശക്തമായ രാജ്യമേ അല്ല, ഇറാനും ശക്തമായ രാജ്യമേ അല്ല. പക്ഷെ അവിടുത്തെ പ്രദേശങ്ങളിലേക്ക് കാലുകുത്താൻ ഇവർക്ക് അനുവദിക്കുക. കാരണം മുകളിൽ നിന്നുള്ള കളിയൊക്കെ നടക്കും, ആകാശക്കളി നടക്കും. അതായത് മുകളിൽ നിന്ന് വല്ല ബോംബിട്ട് പോവുക, ഇല്ലെ മിസൈൽ ദൂരെ നിന്ന് ഇസ്രായേലിൽ നിന്നൊക്കെ അടിച്ചിട്ട് പോവുക എന്നുള്ളത് കവിഞ്ഞ് നടക്കില്ല. പക്ഷെ ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ, പ്രക്ഷോഭകാരികളെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം വളരെ ന്യായമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അവരുടേതായ ഒരു സർക്കാർ വന്നാൽ നല്ലതായിരിക്കും. പക്ഷെ ഇത് ശാശ്വതമല്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യക്ക് ഇത് കൂടുതൽ ക്ഷീണം സംഭവിക്കും അങ്ങനെ അവിടെ ഒരു ഭരണം അസ്ഥിരപ്പെടുകയാണെങ്കിലോ ഇല്ലെങ്കിൽ അവിടെ ഒരു ആക്രമണം നടക്കുക. കാരണം നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ചബാർ തുറമുഖം മാത്രമല്ല, അവിടെ റെയിൽ പ്രൊജക്ടുകൾ, അവിടുത്തെ എണ്ണ കമ്പനികൾക്കൊക്കെ നമ്മൾ വലിയ രീതിയിൽ ഫണ്ടിങ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞത് ഒരു 100 ബില്യണെങ്കിലും പ്രത്യക്ഷത്തിൽ നഷ്ടം വരുന്ന ഒരു കേസാണത്. അപ്പം അതുകൊണ്ട് നമുക്കും ഇതുണ്ട്. പിന്നെ നമുക്ക് ആശ്വസിക്കാൻ വകുപ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചബാർ തുറമുഖമൊന്നും തകർക്കപ്പെടില്ലായിരിക്കാം. ഒരുപക്ഷെ അതിന് ഒരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ, കാരണം അവർക്കും അത് അനിവാര്യമായതുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഇതിനകത്തൊക്കെ ഭയക്കേണ്ട ഒരു പ്രശ്നം കൂടെ ഉണ്ട് ധനുഷ്. അതുകൊണ്ട് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഹോർമൂസ് കടലെടുക്ക് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കടലെടുക്കാണ്. ഈ ഇറാൻ ചിലപ്പോൾ അറ്റ കൈ എന്ന നിലയിൽ അവിടെ ഒരു വലിയ ഡാമേജ് സൃഷ്ടിച്ചാൽ ഇന്ത്യയിലേക്കെന്നല്ല ലോകത്തിലേക്ക് എമ്പാടുമുള്ള എണ്ണ വിതരണം അതോടെ തീരും. അവിടെ എന്തെങ്കിലും അവർ ചെയ്താൽ അവർ ചെയ്യുന്ന ചിലപ്പോൾ അവിടെ നിന്ന് വരുന്ന ഈ അമേരിക്കയുടെ വാർഷിപ്പിനെ തടയുമെന്നോ അമേരിക്കയുടെ വാർഷിപ്പോ തകർക്കുമെന്നല്ല, കടലിനടിയിൽ പാകുന്ന മൈൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ വന്ന തുറമുഖത്തിനും ആ കടലിടുക്കിനും വലിയ ഡാമേജ് സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും കപ്പൽ അവിടുന്ന് പോവുകയോ ചെയ്യാത്ത ഒരു പരുവത്തിലേക്ക് പോകും. ലോകത്തിന്റെ തന്നെ എണ്ണ വിപണിയെ അത് സാരമായി ബാധിക്കും. ചിലപ്പോൾ അറ്റ കൈയായിട്ട് ഇവരിത് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മുൻപും കഴിഞ്ഞ തവണ ഈ ഇസ്രയേലും ഈ അമേരിക്കയും കൂടെ ഇവരെ ആക്രമിച്ച സമയത്തും ഈ ഹോർമൂസ് കടലെടുക്ക് വലിയൊരു ചർച്ചയായി വന്നത് ഇവരെന്തെങ്കിലും അവിടെ നീക്കം നടത്തുമോ എന്നുള്ളത്. അപ്പോൾ ഈ അവിടെ അമേരിക്കൻ ഷിപ്പുകളെ കയറാൻ അവർ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. അവർ നമ്മൾ പറയുമല്ലോ എന്താ, നമ്മൾ ഈ ഭീകരവാദികളെയൊക്കെ മുമ്പ് പിടികൂടുമ്പോൾ, പ്രത്യേകിച്ച് അത് LTT-ക്കാരെ ആയിരുന്നു ശ്രീലങ്കയിൽ, അവരെ പിടികൂടി കഴിയുമ്പോഴത്തേക്കും അവര് ഈ പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ സൈനൈഡ് ഗുളികകൾ കഴിക്കും. കാരണം അവർ സ്വയം മരിക്കുകയാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചാവേറുകളായി പൊട്ടിത്തെറിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ കൈ എന്ന നിലയിൽ ചിലപ്പോൾ ഇറാന്റെ ഇപ്പോഴുള്ള ഭരണകൂടം ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്ക് അപ്പാടെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനൊരു സാധ്യതകൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ എണ്ണപ്പാടങ്ങൾക്ക് തീയിടുന്ന കാഴ്ച ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് സമാനമായ കാഴ്ച ഇറാഖിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ എണ്ണപ്പാടങ്ങളിലൊക്കെ ഈ സദാം അനുകൂലികൾ തീയിട്ട് അത് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ ഉണ്ട് ലോകരാജ്യങ്ങൾക്ക്. അതാണ് ഏറ്റവും അപകടകരം.
ഇപ്പൊ എണ്ണപ്പാടം തീയിടുന്നു എന്നുള്ളത് പോട്ടെ, എണ്ണ എടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അതുണ്ടാക്കുന്ന ഒരു പൊല്യൂഷൻ, ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരും. പക്ഷെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ കണ്ടിൽ നിന്ന് അടിക്കാൻ കഴിയില്ല. കാരണം അത് ന്യായമായ ആവശ്യത്തിനാണ് അവർ നടന്നത്. കാരണം ഒരു മത നിയമങ്ങൾ കർശനമായി അടിച്ചേൽപ്പിച്ചിട്ട് ആ രാജ്യം തകർന്ന് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വസ്ത്രങ്ങൾ മാത്രമല്ലല്ലോ പ്രശ്നം. അവർ ഒരുപാട് നല്ല നിലയിൽ ബന്ധമുണ്ടായിരുന്ന, മറ്റു രാജ്യങ്ങളുമായി നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട, കാരണം പേർഷ്യ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും പേർഷ്യ ഇല്ലാത്ത ഒരു ചരിത്ര ഗ്രന്ഥവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും മഹത്തായ ഒരു രാജ്യത്തെ, നമ്മുടെ രാജ്യവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. അപ്പൊ അത്രയും അടുത്ത ബന്ധമുള്ള, ഇല്ലെങ്കിൽ അത്രയും ചരിത്രത്തിൽ ഇടം നേടിയ ഒരു രാജ്യത്തിന് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ദുഃഖം നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് പ്രക്ഷോഭകാരികൾ ഉയർത്തുന്ന ആവശ്യത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നു. ഒപ്പം തന്നെ അമേരിക്ക നടത്തുന്നത് വിജയിക്കാൻ കഴിയാത്ത ഒരു യുദ്ധമായിരിക്കും ഇറാനുമായിട്ട്. കാരണം തിരിച്ചടിക്കും എന്നുള്ളതല്ല പ്രശ്നം, അതിങ്ങനെ പുകഞ്ഞ് കനല് പോലെ കിടക്കും, ചാരം മൂടിയ കനല് പോലെ കിടക്കും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതായത് അഫ്ഗാനിസ്ഥാൻ പോലെ, സിറിയ പോലെ, യമൻ പോലെ, ഇറാഖ് പോലെ മറ്റൊരു രാജ്യത്ത് സൃഷ്ടിക്കാനായിരിക്കും ഒരുപക്ഷെ ഇതുകൊണ്ട് ഉതകുന്നത്. അതുകൊണ്ട് ഖമേനിയെ മാറ്റുകയും ഒരു ശാശ്വതമായ സർക്കാർ അവിടെ വരികയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ അതിന് മുൻപോട്ട് പോകാൻ കഴിയും. ഞാൻ അതാണ് പെഷസ്കിയാന്റെ പേര് ഞാൻ മുമ്പ് പറഞ്ഞത്. അദ്ദേഹത്തിനൊക്കെ നല്ല ഒരു കഴിവുള്ള ഒരു ഇതാണ്. പക്ഷെ അവിടെ ഖമേനിയുടെ അണ്ടറിലാണ് അദ്ദേഹം എന്നുള്ളത് മാത്രമാണ് പോരായ്മ അദ്ദേഹത്തിന് ഉള്ളത്.